ഹലോ, എല്ലാവർക്കും ലാംഗ്വേജ് ലാബിൻ്റെ അടുത്തൊരു കന്നഡ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കന്നഡ ക്ലാസ്സിൽ എത്ര എന്നുള്ളതിൻ്റെ കന്നഡ ചോദ്യവാക്കാണ് നമ്മൾ പഠിക്കുന്നത്. എഷ്ടു. ഓർമ്മിക്കേണ്ട കാര്യം, മലയാളത്തിൽ ഹൗ മച്ച്, ഹൗ മെനി എന്നുള്ളതിന് നമ്മൾ എത്ര എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് കന്നഡയിലും എഷ്ടു. ഒരു കടയിൽ പോയി ഒരു സാധനമൊക്കെ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഇതിനെത്രയാ, അതിനെത്രയാന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് നമുക്ക് രണ്ട് തരത്തിൽ സാധാരണ ചോദിക്കാം. ഒന്ന്, അവിടെയുള്ളൊരു സാധനം കാട്ടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതര ബല ഇഷ്ടു. അതര ബല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലയാണ് അവരുടെ ബല. ഇഷ്ടു, അതര ബല ഇഷ്ടു, അതിൻ്റെ വില എത്രയാ. ഇവിടെയുള്ളൊരു സാധനമാണെങ്കിൽ ഇതിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇതര ബല ഇഷ്ടു, ഇതര ബല, ഇതിൻ്റെ വില എത്രയാ. നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ മുമ്പ് ഇതു അത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ ഇതിനെത്രയാ, അതിനെത്രയാന്ന് പറയാനുള്ളത് പോലെ അതൊക്കെ എന്ന് വെച്ചാൽ അതിന്, അതൊക്കെ ഇഷ്ടു. ഇതിന് എന്നാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടു. അപ്പോൾ സാധാരണയായി സിമ്പിളായി അതിനെത്രയാ, ഇതിനെത്രയാ നമ്മൾ ചോദിച്ചു. നിങ്ങൾക്കിനി ഡയലോഗായി ഒരു സെൻറ്റൻസായി ചോദിക്കണമെങ്കിൽ ഇതൊക്കെ ഏഷ്ടു ബലെ, ഇതൊക്കെ ബലയിഷ്ടു, അതൊക്കെ ഇഷ്ടു ബലെ, അതൊക്കെ ബലയിഷ്ടു, ഇങ്ങനെയൊക്കെ ചോദിക്കാം. നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അവസാനം ഇതിനൊക്കെ കൂടി എത്രയായോ എന്ന് ചോദിക്കും അല്ലേ. ഇതിനൊക്കെ എത്രയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയല്ല ഇഷ്ടമായിത്തു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് എന്നാണ്. ഇതൊക്കെയല്ല എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം എന്നായി. അതൊക്കെയല്ല എന്ന് പറഞ്ഞാൽ അതിനെല്ലാം. അതൊക്കെയല്ല ഇഷ്ടമായിത്തു എന്ന് പറഞ്ഞാൽ അതിനെല്ലാം എത്രയായി എന്നാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ എത്രയാകും, അതിനൊക്കെ എത്രയാകും എന്നാണ് ചോദിക്കണമെങ്കിൽ ഇതൊക്കെയല്ല ഇഷ്ടാകുത്തേ, അതൊക്കെയല്ല ഇഷ്ടാകുത്തേ എന്നാണ്. അപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ സിമ്പിളായി എഷ്ടായിത്തണ്ണ, എഷ്ടു ആയിത്തു അണ്ണ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എഷ്ടായിത്തണ്ണ അല്ലെങ്കിൽ എഷ്ടാകിതേ അണ്ണ. അപ്പോൾ എഷ്ടു എന്ന് പറഞ്ഞാൽ എത്ര എന്നാണെങ്കിൽ ഇഷ്ടു എന്ന് പറഞ്ഞാൽ ഇത്ര, അഷ്ടു എന്ന് പറഞ്ഞാൽ അത്ര. കടക്കാരൻ ചിലപ്പോൾ സാധനങ്ങളൊക്കെ തൂക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, ഇഷ്ടു ബേക്കാ, ഇത്രയും വേണോ, ഇഷ്ടു ബേക്കാ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾ പറയും അഷ്ടു ಬೇಡ, അത്രയും വേണ്ട. എഷ്ടു ബേക്കു അഷ്ടു തെകതുകൊള്ളി, എഷ്ടു ബേക്കു എത്ര വേണം, അഷ്ടു തെകതുകൊള്ളി, അത്രയും എടുത്തോളൂ. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എടുത്തോളൂ. തെകത് കൊള്ളി എന്നും പറയാം, തെകോളി എന്നും പറയാം. തെകത് കൊള്ളി എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഇത്രയോ അത്രയോ എന്ന് ചോദ്യഭാവത്തിൽ പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇഷ്ട എന്ന് വെച്ചാൽ ഇത്രയോ, അത്രയോ എന്നായി. ചില സമയത്ത് ഇത്രയുള്ളോ, അത്രയുള്ളോ എന്നാണെങ്കിൽ ഇഷ്ടേനാ എന്നാൽ ഇത്രയുള്ളോ, അത്രയുള്ളോ എന്നായി. അഷ്ടു ഇഷ്ടു എന്നൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും അതൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ വരുന്നതാണ് എഷ്ടൊന്തു, ഇഷ്ടൊന്തു, അഷ്ടൊന്തു. ഇത് കൃത്യമായി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ ക്ലോസായി ഏകദേശം അതേ ഉപയോഗം വരുന്നത് എഷ്ടു എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. എഷ്ടൊന്തു എന്ന് പറഞ്ഞാൽ എത്രയും എന്നായി, എത്രയും. ഇഷ്ടു എന്ന് പറഞ്ഞാൽ ഇത്ര എന്നാണ്. ഇഷ്ടൊന്തു എന്ന് പറഞ്ഞാൽ ഇത്രയും. അഷ്ടൊന്തു എന്ന് പറഞ്ഞാൽ അത്രയും. ഉദാഹരണത്തിന് ഒരു കന്നഡിക എന്ന് പറഞ്ഞാൽ കർണാടകക്കാരനോ കർണാടകക്കാരിയോ രണ്ടാൾക്കും പൊതുവായുള്ള പേരാണ് കന്നഡിക. ഒരു കന്നഡിയെ കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ ഹരിതാഭയും പച്ചപ്പൊക്കെ കണ്ട് കേരള ಎಷ್ಟು ಚಂದ ಇದೆ, കേരള ಎಷ್ಟು ಚಂದ ಇದೆ, കേരളം എത്ര ചന്തമുണ്ട്. നമ്മുടെ ചന്തം കാണാൻ നല്ല ചന്തമുണ്ട് തന്നെയാണ് കന്നഡയിലെ ചന്ത. കേരള ಎಷ್ಟು ಚಂದ ಇದೆ എന്ന് പറയും. ഈ ಎಷ್ಟು ಚಂದ ಇದೆ എന്നുള്ളത് കേരള എಷ್ಟൊന്തു ಚಂದ ಇದೆ എന്നും പറയാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ കേരളം എത്ര ഭംഗിയുണ്ട്, എത്ര സുന്ദരം എന്ന് മാത്രമേ പറയൂ. കേരളം എത്രയും സുന്ദരം എന്ന് നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല അല്ലേ. നമ്മൾ എത്രയും പ്രിയപ്പെട്ട എന്നൊക്കെ കത്തെഴുതുമ്പോൾ ഉപയോഗിക്കും. പക്ഷേ കന്നഡയിൽ എഷ്ടെന്തു എന്നുള്ളത് വളരെ നന്നായി ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. ഈ കന്നഡിക തിരിച്ച് കർണാടകയിൽ പോയി തൻ്റെ സുഹൃത്തുക്കളോട് കേരളം ഭയങ്കര രസമൊക്കെയുള്ളൊരു സ്ഥലമാണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും അഷ്ടൊന്തിതയാ, അത്ര സൗന്ദര്യമുണ്ടോ, അത്ര ചന്തമുണ്ടോ എന്നാണ്. അഷ്ടൊന്തിതയാ, അത്രയും എന്ന് പറയുമ്പോഴാണ് അഷ്ടൊന്തു. കേരളം കണ്ടുവന്ന സുഹൃത്ത് അതെ അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ വീണ്ടും മറ്റേ സുഹൃത്ത് തൻ്റെ സെൽഫോണിൽ കർണാടകയിൽ തന്നെ പുള്ളി സഞ്ചരിച്ച ഒരുപാട് സ്ഥലങ്ങളും ദൃശ്യങ്ങളൊക്കെ കാട്ടി പറയാണ്, നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാണ്. ഇഷ്ടൊന്തു ಚಂದ ಇದೆಯಾ,
ഇഷ്ടൊന്തു ചന്ത ಇದೆಯಾ കേരള? അവിടെ ഇഷ്ടു ചന്ത ಇದೆಯಾ കേരള എന്നും ചോദിക്കാം. ഇത്ര രസമുണ്ടോ ഭംഗിയുണ്ടോ കേരള എന്ന് ചോദിക്കാം. ഇത്രയും രസമുണ്ടോ കേരള എന്നും ചോദിക്കാം. അപ്പോൾ അതാണ് ഇഷ്ടൊന്തു. ಕೊರೋನಾ ಬಂದು ಇಟಲಿಯಲ್ಲಿ ಅಷ್ಟು ಜನ ಸತ್ತಾರ. കൊറോണ വന്ന് ഇറ്റലിയിൽ അഷ്ടു ജന, അത്രയും ജനങ്ങൾ സത്താര അല്ലെങ്കിൽ സത്താര എന്ന് പറയാം. നമ്മൾ ചത്തുപോവുക എന്ന് പറയുകയാണ് അവിടുത്തെ സത്തു എന്നുള്ള വാക്ക്. നമ്മൾ ചത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നല്ല ഭാഷയിൽ തോന്നില്ല. പക്ഷേ സത്ത് ಹೋಗಿದೆ എന്നൊക്കെ കന്നഡയിൽ പറഞ്ഞാൽ അവിടെ ഒരു സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ അഷ്ടു ജന സത്താര എന്നുള്ളത് അഷ്ടൊന്തു ജന എന്ന് ഉപയോഗിക്കാം. ഇറ്റലിಯಲ್ಲಿ കൊറോണ ಬಂದು അഷ്ടൊന്തു ജന സത്താര എന്നും പറയാം. എന്നാൽ ഇന്ത്യ ഇറ്റലിയും താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഭായം കൊണ്ട് പോയുള്ളൂ. അപ്പോൾ ആ കണക്ക് നോക്കി നമുക്ക് പറയാം, ഇന്ത്യയിൽ ഇഷ്ടു ജന മാത്ര സത്യധാരെ. ഇന്ത്യയിൽ എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഇഷ്ടു ജന മാത്ര, ഇത്രയും ജനങ്ങൾ മാത്രമേ സത്യധാരെ മരിച്ചുള്ളൂ. ഇഷ്ടു ജന എന്നുള്ളത് ഇഷ്ടൊന്തു എന്നവിടെ പറയാം. ഇന്ത്യയിൽ ಇಷ್ಟೊಂದು ಜನ ಮಾತ್ರ ಸತ್ತಿದ್ದಾರೆ. ಇಂಡಿಯಲ್ಲಿ ಎಷ್ಟು ಜನರಿಗೆ ರೋಗ ಬಂದಿದೆ? ഇന്ത്യയിൽ ಎಷ್ಟು ಜನರಿಗೆ രോഗ ಬಂದಿದೆ? ഇന്ത്യയിൽ എത്ര പേർക്കാണ് രോഗം വന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം കന്നഡയിൽ ഇന്ത്യയിൽ എഷ്ടൊന്തു ಜನರಿಗೆ രോഗ ಬಂದಿದೆ എന്നും പറയാം. നമ്മൾ മലയാളത്തിലേക്ക് എടുക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര പേർക്ക് രോഗം വന്നു, ഇന്ത്യയിൽ എത്രയും പേർക്ക് രോഗം വന്നു എന്ന് പറയില്ല അല്ലേ? അപ്പോൾ അവിടെയൊക്കെ അതത്ര നല്ല ട്രാൻസ്ലേഷനായി ചേരില്ല. അപ്പോൾ കൂടുതൽ കന്നഡയുമായി നല്ല ബന്ധം പരിചയം വരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ ചെറിയ വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാവുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു വിലയൊക്കെ പറയുമ്പോൾ ഇത്രയും വിലയോ, അത്രയോ, എന്നൊക്കെ ചോദിച്ച അതേ സൈഡിൽ നമുക്ക് ഇഷ്ടമെന്താ, ഇത്രയുമോ, അഷ്ടമെന്താ, അത്രയുമോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ആ ലോജിക്ക് കൃത്യമായി അവിടെ പാകാവില്ല. സമയം ഇപ്പോൾ എത്രയായി എന്നാണ് ചോദിക്കണമെങ്കിൽ സമീക എഷ്ടായിത്തു, സമയ ಈಗ നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ಎಷ್ಟು ആയിത്തു, സമയം ഇപ്പോൾ എത്രയായി, സമീക എഷ്ടായിത്തു. നിങ്ങൾ സമീക എഷ്ടാಗಿದೆ എന്നും പറയാം. ഇപ്പോൾ എത്ര മണിയായി എന്നാണ് ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചോദിച്ചത് സമയം ഇപ്പോൾ എത്രയായി എന്നാണ്. മണി എന്ന് ഉപയോഗിക്കണല്ലോ, എത്ര മണിയായി. ಎಷ್ಟು ಗಂಟೆ ആയിത്തു, ಎಷ್ಟು ಗಂಟೆ ആಗಿದೆ. ഇവിടെ ഗണ്ടെ അതാണ് മണി എന്നുള്ള അർത്ഥത്തിൽ ആ സമയത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. സമീക ಎಷ್ಟು ಗಂಟೆ ಆಗಿದೆ, സമയ ಈಗ ಎಷ್ಟು ಗಂಟೆ ആಗಿದೆ അല്ലെങ്കിൽ ആയിത്തു. നമ്മൾ അങ്ങനെയും ചോദിക്കാറില്ലേ, സമയം ഇപ്പോൾ എത്ര മണിയായി എന്നും ചോദിക്കാറില്ലേ. ആ ഹോസ്പിറ്റൽ എത്ര മണി മുതൽ എത്ര മണി വരെ തുറന്നിരിക്കും? ആ ഹോസ്പിറ്റൽ ಎಷ್ಟು ಗಂಟೆಯಿಂದ ಎಷ್ಟು ಗಂಟೆವರೆಗೆ ಓಪನ್ ಇರುತ್ತೆ. ആ ഹോസ്പിറ്റൽ ಎಷ್ಟು ಗಂಟೆಯಿಂದ, നമ്മൾക്കിപ്പോൾ ഇന്ത ചേർത്താൽ വരുന്ന അർത്ഥം ശരിക്കറിയാം. യാവാഗിന്ത എല്ലിൻ്റെയൊക്കെ പഠിച്ചാണ്. ಎಷ್ಟು ಗಂಟೆಯಿಂದ ಎಷ್ಟು ಗಂಟೆವರೆಗೆ, എത്ര മണി വരെಗೆ ഓപ്പൺ ഇരുത്തെ, തുറന്നിട്ടുണ്ടാകും. ഈ ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ കന്നഡ വാക്ക് ഞാൻ പിന്നീട് ഒരു ക്ലാസ് പറയാം. കാരണം മറ്റൊരു വാക്കുമായി വളരെ സാമ്യമുള്ളതുകൊണ്ട് കുറച്ചതിൻ്റെ വ്യത്യാസമൊക്കെ പറയണം. അശ്വിൻ, നിന്ന ಮನೆಯಿಂದ ಮ್ಯಾಂಗ್ಳೂರಿಗೆ ಎಷ್ಟು ಕಿಲೋಮೀಟ್ರ್ ಇದೆ? അശ്വിൻ, നിന്ന മനയിന്ത വീട്ടിൽ നിന്ന്, മാംഗ്ലൂരിലേക്ക് അതൊക്കെ ശ്രദ്ധിക്കുക. ಎಷ್ಟು കിലോമീറ്റർ ಇದೆ, എത്ര കിലോമീറ്റർ ഉണ്ട്. ഇത്രയും സാധനത്തിനൊക്കെ കൂടി, ഇതിനൊക്കെ കൂടി ഇഷ്ടക്കല്ല എഷ്ടാകുത്തെ, ഇതിനൊക്കെ കൂടി ഇത്രയും സാധനത്തിനൊക്കെ എത്രയാകും. അതുപോലെ തന്നെയാണ് അഷ്ടക്കല്ല എഷ്ടാകുത്തെ. നിങ്ങളുടെ ഭാര്യ കുറേ സാധനം അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അഷ്ടക്കല്ല ಎಷ್ಟು ದುಡ್ಡಾಗುತ್ತೆ, അഷ്ടക്കല്ല ಎಷ್ಟು ದುಡ್ಡಾಗುತ್ತೆ. നമ്മുടെ പൈസ എന്നുള്ളതിന് കന്നഡയിൽ സാധാരണ ദുഡ്ഡു എന്നാണ് പറയുക. ചില വിലപേശി വാങ്ങിക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് ചോദിക്കും, ഇഷ്ടക്കല്ല എഷ്ടാകുത്തെ, ഇഷ്ടക്കല്ല എഷ്ടാകുത്തെ അണ്ണ, ഇഷ്ടക്കല്ല എഷ്ടാകുത്തെ അണ്ണ. അപ്പോൾ പുള്ളി ഒരു വലിയ വില പറയുകയാണെങ്കിൽ നമ്മൾ പറയും, അഷ്ടല്ല ആകല്ലണ്ണ, അഷ്ടല്ല അത്രയൊന്നും. ഇതുപോലെ തന്നെയാണ് ഇഷ്ടല്ല ഇത്രയൊന്നും, അഷ്ടല്ല ആകല്ലപ്പ. കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അത്രയൊന്നും ആവൂലപ്പ എന്നായി. അഷ്ടല്ല ആകല്ല എന്ന് മാത്രമല്ല, അഷ്ടല്ല ആകുവതില്ല എന്നും പറയാം. ഈ ആകുവതില്ലയാണ് ആകല്ല എന്ന് സംസാര ഭാഷയിൽ വരുന്നത്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ ഇത്രയെല്ലാം, ഇത്രയൊക്കെ എന്നുള്ള അർത്ഥമാണ്. അഷ്ടല്ല എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ, അത്രയെല്ലാം എന്നുള്ള അർത്ഥമാണ്. ഇഷ്ടല്ല മാടി ಏನು പ്രയോജന, ഇഷ്ടല്ല മാടി ಏನು പ്രയോജന, ഇത്രയെല്ലാം ചെയ്തിട്ട് എന്താ പ്രയോജനം.
അഷ്ടല്ല മാടി ಏನು പ്രയോജനം? അത്രയെല്ലാം ചെയ്തിട്ട് എന്താ പ്രയോജനം? അഷ്ടല്ല ആകല്ലപ്പ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെപ്പോഴും അത്രയൊന്നും ആകില്ല, ഇത്രയൊന്നും ആകില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ഇത്രയൊന്നും വരില്ല, അത്രയൊന്നും വരില്ല എന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇഷ്ടല്ല ബരുവതില്ല, ഇഷ്ടല്ല ബരുതില്ല, അഷ്ടല്ല ബരുതില്ല എന്നായി. ബരുതില്ല, ബരുവതില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അത്രക്കൊന്നും വരില്ല, ഇത്രക്കൊന്നും വരില്ല, ഇങ്ങനെയും പറയല്ലേ. അപ്പോൾ ഇത്രയൊന്നും വരില്ല എന്നുള്ളതും ഇത്രക്കൊന്നും വരില്ല എന്ന് രണ്ട് പ്രയോഗമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രക്കൊന്നും എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? ഇത്രക്കൊന്നും, ഇഷ്ടക്കല്ല, കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. അത്രക്കൊന്നും എന്നാണെങ്കിൽ അഷ്ടക്കല്ല, ഇഷ്ടക്കല്ല ബരുതില്ല. ചില പടമൊക്കെ കണ്ട അടിപൊളി പടം അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോസ് ഫാൻസ് ആരും പറയും അഷ്ടക്കല്ല ബരുതില്ല, ആ ഫിലിം അഷ്ടക്കല്ല ബരുതില്ല. നമ്മൾ മുമ്പ് നനകാകി അവരികാകി എന്നൊക്കെ പഠിച്ചോർമ്മയില്ലേ? അപ്പോൾ നമ്മൾ ആ ആകി എടുത്ത് ഇഷ്ടുവിൻ്റെയും അഷ്ടുവിൻ്റെയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇഷ്ടക്കാകി എന്നല്ല, ಇಷ್ಟಕ್ಕಾಗಿ ಇಷ್ಟಕ್ಕಾಗಿ ಅಷ್ಟು ಮಾಡಬೇಕಾ, ಇಷ್ಟಕ್ಕಾಗಿ ಅಷ್ಟು ಮಾಡಬೇಕಾ, ഇത്രയും കാര്യത്തിന് ഇതിനായി അത്രയും ചെയ്യണോ? ಅಷ್ಟಕ್ಕಾಗಿ ಇಷ್ಟು ಮಾಡಬೇಕಾ, ಎತ್ರಯಾಯಾലും ಅದಾണ് ಎಷ್ಟಾದರೂ ನನಗೆ ಆ ಮನೆ ಬೇಕು, ಎಷ್ಟಾದರೂ ನನಗೆ ಆ ಮನೆ ಬೇಕು, ಎಷ್ಟಾದರೆ ಆ ಕಾರು ನನಗೆ ಬೇಕು, ಎಷ್ಟಾದರೂ ಆ ಕಾರ್ ನನಗೆ ಬೇಕು, എഷ്ടാതൊരു പർവാകില്ല കൊടി. ഈ പർവാകില്ല എന്നുള്ളത് തമിഴ് അറിയുന്നവർക്ക് നന്നായി അറിയാം, പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അതേ സാധനമാണ് കന്നഡയിലും. പർവാകില്ലെന്ന പ്രശ്നമൊന്നുമില്ല, എത്രയായാലും പ്രശ്നമില്ല, എനിക്കത് കൊടുക്ക്, എനിക്കത് താ, എഷ്ടാതൊരു പർവാകില്ല, ನನಗೆ കൊടി, എനിക്ക് തരൂ. ഈ കൊറോണ സമയത്ത് പലചരക്ക് കച്ചവടക്കാരൻ ഓർഡർ കൊടുക്കുകയാണ്, ഇന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഏതോ ഒരു സാധനം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് മറുപടി പറയണം ഇത്രയേ ഉള്ളൂ, അത് വേണോ, ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിനില്ല. അപ്പോൾ പല ചരക്ക് കച്ചവടക്കാരൻ പറയാണ് ಅಷ್ಟೇನಾ, ಅಷ್ಟಾದರೂ ಪರವಾಗಿಲ್ಲ, ಅಷ್ಟಾದರೂ ಕೊಡಿ ನನಗೆ, അത്രയേ ഉള്ളൂ. ഈ അത്രയേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒറ്റ ഒരു ഷോർട്ട് വാക്കാണ് അഷ്ടേന. നാ ചേർത്താൽ അങ്ങനെയാണ് വരുന്നത്. അഷ്ടേന അത്രയേ ഉള്ളൂ, ഇഷ്ടേന ഇത്രയേ ഉള്ളൂ. ഇഷ്ടാതൊരു ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യം സാധനങ്ങളെ കൊണ്ടുതരാൻ വന്നപ്പോൾ വീണ്ടും ഓർഡർ ചെയ്ത ഐറ്റം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ വേണോ, നിനക്ക് വേണം, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല ചരക്ക് കച്ചവടക്കാരന് വീണ്ടും പറയാം ಇಷ್ಟಾದರೂ ಬೇಕು ನನಗೆ, ഇത്രയായാലും എനിക്ക് വേണം, ഇഷ്ടാದರೂ പരವಾಗಿಲ್ಲ, ഇഷ്ടാದರೂ ನನಗೆ ಬೇಕು, ഇത്രയായാലും പ്രശ്നമില്ല, ഇത്രയായാലും എനിക്ക് വേണം. എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റൊരു വാക്കാണ് എഷ്ടക്കെ. എഷ്ടു എന്നുള്ളതിൻ്റെ കൂടെ ഒക്കെ വരുമ്പോൾ എഷ്ടക്കെ, എത്രയിന്. കണ്ണൂർ കാസർഗോഡൊക്കെ എത്രയിന് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ, എത്രയിന്, അതായത് എത്രക്കാണ് എന്നാണ്. അപ്പോൾ എഷ്ടക്കെ എന്ന് പറഞ്ഞാൽ എത്രക്ക്. ആ കാർ നീನು ಎಷ್ಟಕ್ಕೆ ತೆಗೆದೆ, ಆ ಕಾರ್ ನೀನು ಎಷ್ಟಕ್ಕೆ എത്രക്കാണ് ತೆಗೆದೆ, ತೆಗೆದುകൊണ്ടേ എന്നാണ് ತೆಗೆದೆ. ತೆಗೊಂಡು ತೆಗೊള്ളി നമ്മൾക്ക് അറിയുന്ന വാക്കാണ്. എത്ര പൈസക്കാണ്, എത്രക്കാണ് നീ ആ കാറ് വാങ്ങിച്ചതെന്നാണ്. കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കടക്കാരൻ നമ്മളോട് ചോദിക്കും ಎಷ್ಟು കിലോ ബേക്കു, അല്ലെങ്കിൽ ಎಷ್ಟು ಬೇಕು ചോദിക്കും, എത്ര കിലോ വേണം, അല്ലെങ്കിൽ എത്ര വേണം. ചിലപ്പോൾ ഒരു കിലോ കണക്കിന് തൂക്കി കൊടുക്കുന്ന സാധനമായിരിക്കില്ല, ഒരു പൈസക്കാരി, ഇത്ര പൈസക്ക് ഇത്ര രൂപക്ക് ഇത്ര എണ്ണം. അങ്ങനെയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ചോദിക്കുക എഷ്ടക്കെ ബേക്കു, എഷ്ടക്കെ എന്ന് പറഞ്ഞാൽ എത്രക്ക്. മലബാറിലൊക്കെ പറഞ്ഞാൽ എത്രയിനെന്നും പറയും, എത്രയിന് വേണം, എത്രക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് എപ്പോഴും എഷ്ടക്കെ ബേക്കു, എത്രക്ക വേണ്ടേ. അപ്പോൾ എഷ്ടക്കെ എന്ന് പറയുന്നത് പോലെ ഇഷ്ടക്കെ, അഷ്ടക്കെ എന്ന് നമുക്ക് ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു കാറ് വീടൊക്കെ കച്ചവടമാക്കുമ്പോൾ ഒരു പ്രത്യേക വില പറഞ്ഞ് അതിന് കിട്ടൂല, അതിന് നടക്കൂല എന്ന് നമ്മൾ പറയാറുണ്ട്. അത്രക്ക് കിട്ടൂല എന്ന്. ഈ അത്രക്ക് കിട്ടൂല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഷ്ടക്ക് സിഗോതില്ല, അഷ്ടക്കെ സിഗോതില്ല. എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റൊരു വാക്കാണ് ബേക്കഷ്ടു. ബേക്കുവിൻ്റെ കൂടെ അഷ്ടു ചേരുമ്പോഴാണ് ഈ ബേക്കഷ്ടു ഉണ്ടാകുന്നത്. ഓർമ്മിക്കേണ്ടത് ഇത് ശരിക്ക് എഴുതുമ്പോഴൊക്കെ ശരിക്കും അത് ബേക്കാദഷ്ടമാണ്, വേണ്ടത്ര. അപ്പോൾ സംസാര ഭാഷയിൽ ബേക്കാദഷ്ടു എന്നുള്ളത് ചിലപ്പോൾ ബേക്കഷ്ടു എന്ന് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഈ ബേക്കു അഷ്ടു, വേണമത്ര, ചില സാഹചര്യങ്ങളെ വേണമത്ര എന്നുള്ള ഉപയോഗത്തിൽ വരുന്നുള്ളൂ. മിക്കവാറും നമ്മൾ പറയാം അത്ര വേണമെന്നാണ്, അഷ്ടു ബേക്കു ನನಗೆ, അഷ്ടു ബേക്കു ನನಗೆ. ചിലപ്പോൾ അപൂർവമായി ബേക്കു അഷ്ടു, അത്ര വേണം, ബേക്കു അഷ്ടു ನನಗೆ, അത്ര വേണം എനിക്ക് എന്നുള്ളത് ചിലപ്പോൾ ഫാസ്റ്റായി പറയും, ബേക്കഷ്ടു ನನಗೆ എന്ന് കേൾക്കാം. അപ്പോൾ ആ ബേക്കഷ്ടു വേറത്തിൻ്റെ ബേക്കഷ്ടു ആണ്, ഇത് വേറെ തന്നെ ബേക്കഷ്ടു. ഇത് ബേക്കാദഷ്ടു ചിലപ്പോൾ സംസാരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്.
അപ്പോൾ അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയത്. നിങ്ങൾ ചില സാഹചര്യങ്ങൾ ഒരു വിരുന്നിന് പോയാലോ ഒരു ഫംഗ്ഷനോ എല്ലാവർക്കും വേണ്ടെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ശ്രദ്ധിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് നടത്തുന്ന ആൾക്കാർ പറയും ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, വേണ്ടുന്ന അത്രയുണ്ട്, കഴിച്ചെടുത്തോ എന്ന് പറയും. ಬೇಕಾದಷ್ಟು അല്ലെങ്കിൽ ಬೇಕಷ್ಟು ಇದೆ തിൻകൊള്ളി, ಬೇಕಷ್ಟು ಇದೆ തിൻകൊള്ളി, തിന്നുകൊള്ളൂ അല്ലെങ്കിൽ കഴിച്ചോളൂ ആണ് തിൻകൊള്ളി എന്ന് പറയുന്നത്. തിൻകൊള്ളി എന്നല്ല തിന്നി എന്നും പറയാം. ಬೇಕಷ್ಟು ಇದೆ തിന്നി, ശരിയായി തിന്നി. ಬೇಕಷ್ಟು ಇದೆ തിന്നു എന്ന് പറഞ്ഞാൽ വേണ്ടുന്നത്രയുണ്ട് കഴിക്ക് എന്ന് ആജ്ഞാപിക്കലായി. ಬೇಕಷ್ಟು പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സാക്കഷ്ടു. സാക്കു എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സദ്യയിൽ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പഠിച്ചു, ഹാക്കു, ഹാക്കി, സ്വൽപ്പ ഹാക്കി, കുറച്ചിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചിടാൻ പറഞ്ഞിട്ട് ഒരുപാട് ഇടുമ്പോൾ നമ്മൾ പറയും സാക്കു 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 എന്നുവെച്ചാൽ മതി 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 എന്നാണ്. അപ്പോൾ വിളമ്പുന്ന ആൾ ചിലപ്പോൾ ചോദിക്കും മതിയോ, ഇത്ര മതിയോ, സാക്ക സാക്ക എന്നുവെച്ചാൽ മതിയോ എന്നാണ്. അപ്പോൾ മതിയിൽ നിന്നാണെങ്കിൽ സാക്കു സാക്കു, ನನಗೆ സാക്കു, നിമക്ക് സാക്ക, നിങ്ങൾക്ക് മതിയായോ, മതിയോ, സാക്കു. അപ്പോൾ മതി എന്നുള്ളതിൻ്റെ കൂടെ അഷ്ടു വരുമ്പോഴാണ് മതിയാവോളം, മതിയാവുന്നത്ര, സാക്കഷ്ടു, മതിയാവോളം. നമ്മളിപ്പോൾ ബേക്കഷ്ടു വെച്ചു പറഞ്ഞ ഉദാഹരണം നമുക്ക് സാക്കഷ്ടു വെച്ചും പറയാം. സാക്കഷ്ടു തിൻകൊള്ളി, സാക്കഷ്ടു തിന്നി എന്നും പറയാം. മതിയാവോളം കഴിക്കൂ എന്നും പറയാം. ഇപ്പോൾ കൊറോണക്കാലത്ത് പലചരക്ക് കടക്കാർക്ക് ചില സാധനങ്ങളൊന്നുമില്ല, ചിലതൊക്കെ മൂലയ്ക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വന്ന് കെട്ടിക്കിടക്കുന്ന സാധനം തന്നെ ഇത് വേണോ എന്ന് ചോദിച്ചാൽ കടക്കാരൻ പറയും ಈಗ ಸಾಕಷ್ಟು ಇದೆ, ಈಗ ಬೇಡ, ಈಗ ಸಾಕಷ್ಟು ಇದೆ, മതിയാവോളം ഉണ്ട്, ഇപ്പോൾ വേണ്ട, ಈಗ ಬೇಡ. തീർച്ചയായും ബേക്കഷ്ടു വെച്ചും പറയാം. ಈಗ ಬೇಕಷ್ಟು ಇದೆ, വേണ്ടുന്നത്രയുണ്ട്, ಈಗ ಬೇಡ, ഇപ്പോൾ വേണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം വളരെ എളുപ്പമായിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ എല്ലാ കാര്യവും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ വീണ്ടും കണ്ട് കൃത്യമായി ഓർമ്മ പുതുക്കുക. കന്നഡ പഠിക്കാൻ ആഗ്രഹമുള്ളവർ, വിഷമമാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും എല്ലാവരും നന്നായി ആരോഗ്യമൊക്കെ നോക്കി കൃത്യമായി പഠിച്ച് വീട്ടിലിരിക്കുക. ബൈ.